ചൂരൽമലയിലെ ദുരന്തത്തിൽ കടകമ്പോളങ്ങളും സംരംഭങ്ങളും നടത്തിയത് നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ളൊരു പരിശോധന നടത്തി ചെയ്യാവുന്ന പരമാവധി സഹായം ഗവൺമെന്റ് എന്ന നിലയിൽ ചെയ്യും എന്ന് ഞങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു. കടകമ്പോളങ്ങൾ നഷ്ടപ്പെട്ടവരുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് ചേർന്ന ക്യാബിനറ്റ് യോഗം വളരെ പ്രസക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ പ്രാഥമികമായ കണക്കനുസരിച്ച് 52 ഓണർമാരുടെ 126 കടമുറികളാണ് നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആ 126 കടമുറികൾക്കുള്ള നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചൊരു തീരുമാനം ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ നിലയിൽ 52 കടക്കാരുടെ ഒരു കടയ്ക്ക് 7 ലക്ഷം രൂപ എന്ന വിധത്തിൽ ഉള്ള സഹായമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ആ 7 ലക്ഷത്തിന് പുറമെ ഒന്നിൽ കൂടുതൽ കടമുറികൾ ഉള്ള ആളുകൾക്ക് ഒരു കടമുറിക്ക് 7 ലക്ഷവും തുടർന്നു വരുന്ന ഓരോ കടമുറിക്കും 2.5 ലക്ഷം രൂപയും അധികമായി നൽകാവുന്ന വിധത്തിൽ 52 ഓണർമാരുടെ 126 കടമുറികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ അങ്ങനെ ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 72 ആളുകളുടേതായി 83 സംരംഭകങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധാരണ നിലയിൽ എന്നാണ് കണ്ടത്. അതിൽ ഇൻഡസ്ട്രിയൽ രംഗത്തുള്ള സംരംഭകത്വങ്ങൾക്ക് നഷ്ടത്തിൻ്റെ 50% തുകയോ അത് ഏറ്റവും കൂടിയാൽ 20 ലക്ഷം രൂപ വരെയോ നൽകാനും, സർവീസ് രംഗത്ത് കമേഴ്സ്യൽ സർവീസ് രംഗത്തുള്ള സംരംഭകത്വങ്ങൾ 50% സംഖ്യയോ ഏറ്റവും കൂടിയാൽ 10 ലക്ഷം രൂപ വീതമോ, ട്രേഡ് രംഗത്തുള്ള സംരംഭകത്വങ്ങൾക്ക് 50% തുകയോ ഏറ്റവും കൂടിയാൽ അത് 7 ലക്ഷം രൂപ വരെയോ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരിടത്തും ഇങ്ങനെ STRFO CMDRFO ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ദുരന്തമുണ്ടായാൽ കച്ചവടക്കാർക്ക് പണം കൊടുക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകാറില്ല. സാധാരണ നിലയിൽ ഉജ്ജീവനി പോലെയുള്ള ഏതെങ്കിലും പദ്ധതികൾ വെച്ച് ലോണോ മറ്റു ഏർപ്പാടുകളോ ആയി ചെറിയ ശതമാനത്തിനോ പലിശയില്ലാതെയോ ഒക്കെ പണം കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലാതെ നഷ്ടപരിഹാരമായി ഒരു തുക നിശ്ചയിച്ചു കൊടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അവിടെ ആ പണം കൊടുക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുക്കുന്ന പണം വെച്ചായിരിക്കും. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ കടങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അത് കടകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ച തീയതി മുതൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന പലിശ എന്തു ചെയ്യും എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നലെ സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി കൂടിയിരുന്നു. ആ ബാങ്കിങ് കമ്മിറ്റി CS-ന്റെ വളരെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം, ഗവൺമെന്റിന്റെ അഭിപ്രായം ആ ഇൻട്രസ്റ്റ് എഴുതി തള്ളണം എന്ന നിലവാരത്തിലായിരുന്നു. അത് ബാങ്കുകൾ പൊതുവായിട്ട് അംഗീകരിച്ചു. അതിനേക്കാൾ നമ്മളെ പേടിപ്പിച്ചിരുന്ന കാര്യം സിബിൽ സ്കോറിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റിലെ ബാങ്കുകൾക്ക് മാത്രമായിട്ട് പറയാനാകുന്നതല്ലെങ്കിലും സിബിൽ സ്കോർ ഒഴിവാക്കുന്ന കാര്യം വളരെ ഗൗരവമായി പരിഗണിക്കാം എന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയിൽ കൂടിയിട്ടുള്ള എല്ലാ ബാങ്കുകളും സംസ്ഥാന സർക്കാരിനോട് സമ്മതിച്ചിട്ടുണ്ട്. ആ കാര്യം അവരവരുടെ ഡയറക്ടർ ബോർഡുകളിൽ അക്കാര്യം അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾക്ക് വേണ്ടി ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡുകളെ സമീപിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫെബ്രുവരി 25 തന്നെ വീടുകളുടെ ആദ്യഘട്ടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം